ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇർഫൂസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല ഒരു അടിപൊളി പാപ്പുട്ടിൻ്റെ റെസിപ്പി വിത്ത് നല്ലൊരു കരൾ വരട്ടിട്ട്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പാപ്പുട്ടും അതിന് അടിപൊളി കോമ്പിനേഷൻ ആയിട്ടൊരു കരൾ വരട്ടും. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു 1.5 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുട്ടൊക്കെ കഴിച്ച് മടുക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടെ കൂടിയിട്ട് ഒന്നങ്ങ് വിതറി കൊടുത്ത് സാദാ പച്ചവെള്ളം ഒഴിച്ച് നമുക്കൊന്നങ്ങ് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ സാദാ പുട്ടിനൊക്കെ പൊടി നനയ്ക്കില്ലേ, അതുപോലെ തന്നെ അതങ്ങ് മാറ്റി വെക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഒരു അരപ്പങ്ങ് തയ്യാറാക്കിയിട്ട് വരാം. അതിന് ഒരു പിടുത്തം തേങ്ങ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്നങ്ങ് അരച്ചെടുക്കാവേ. ഇനി ഇത് അരിക്കൊന്നും വേണ്ട കേട്ടോ. അത് അരച്ച പാട് തന്നെ തേങ്ങ ആദ്യമേ കുഴച്ച് ുള്ള പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒപ്പം മിക്സിയുടെ ജാറൊന്ന് കഴുകി കുറച്ച് വെള്ളമോടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആ മാവിനെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് കുറച്ച് മാത്രം നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് തടവി കൊടുക്കാവേ. ശേഷം കുറച്ചായി ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേട്ട് ഒഴിച്ച് ഒന്നങ്ങ് പരത്തി കൊടുക്കാം. ശേഷം ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ച് ആവി വന്നു കഴിയുമ്പോൾ ഇത് നമുക്ക് ഇഡ്ഡലി ചെമ്പിലേക്കാക്കി ഒന്നങ്ങ് ആവി കയറ്റി വേവിച്ചെടുക്കാം കേട്ടോ. മുകളിൽ കുറച്ച് തേങ്ങ ഒന്നങ്ങ് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ കരൾ വരട്ടിൻ്റെ കൂടെ ഇത് അടിപൊളിയാണ് കേട്ടോ. ചിക്കൻ കറി ആണെങ്കിലും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് ആവി കയറി കഴിയുമ്പോഴത്തേനും നമ്മുടെ പാപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നടുക്കൊന്ന് കുത്തി നോക്കി ഒട്ടിപ്പിടിക്കണില്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ നമ്മുടെ പുട്ടിൻ്റെ വേവ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇനി ഒന്ന് ചൂടാറി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് അതിനെ ഒന്ന് കട്ട് ചെയ്ത് പാത്രത്തിൽ നിന്ന് വേർപ്പെടുത്തി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിക്കാട്ടോ. വളരെ സിമ്പിൾ അല്ലേ. പുട്ടൊക്കെ എന്നും കഴിച്ച് മടുക്കുന്നവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. ഇവിടെ മക്കൾസിന് പുട്ട് ഇഷ്ടമല്ല. അപ്പോൾ പുട്ടുപൊടി മാത്രം ഉള്ളപ്പോൾ നമ്മൾ പുട്ടല്ലാതെ വേറെ എന്ത് തയ്യാറാക്കി നോക്കുന്ന ആലോചിച്ചിരുന്നപ്പോൾ കിട്ടിയ ഒരു റെസിപ്പിയാണ് ഞാനുണ്ടാക്കി. ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം അടിപൊളി ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള കരൾ വരട്ട് റെഡിയാക്കാവേ. അതിന് ഞാനിവിടെ കരൾ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് ഒന്നങ്ങ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടി ആദ്യമേ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് ഒരു പിടുത്തം കറിവേപ്പില ഇത് ഇത്ര ഇട്ട് നന്നായിട്ട് അങ്ങ് വഴണ്ട് വരുമ്പോഴേക്കും സവാളയൊക്കെ ശരിക്കും മുരിഞ്ഞു തന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കുറച്ചധികം ഗരം മസാലയും ഈ 2 മാത്രം നമ്മൾ വഴറ്റുമ്പോൾ ചേർത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്നോടെ പച്ചമണം മാറുന്നവരെ ഇളക്കി യോജിപ്പിച്ചിട്ട് ആദ്യമേ വേവിച്ച് വെച്ചിട്ടുള്ള കരളില്ലേ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കുറുക്കി കുഴമ്പനാക്കി വരട്ടി ഇങ്ങെടുക്കാം കേട്ടോ. അപ്പോൾ പാപ്പുട്ടിനൊപ്പം നല്ല അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള കരൾ വരട്ടും റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട കേട്ടോ. ഇത് ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയണേ. ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. രാവിലെയൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. അതുമല്ല ഒരു വെറൈറ്റി ഒക്കെ പിടിക്കുമ്പോൾ ആർക്കും ഒന്ന് ഇഷ്ടമാകും. സ്ഥിരമായിട്ടുള്ള റെസിപ്പീസൊക്കെ ഒന്നങ്ങ് മാറ്റി പിടിച്ച് നോക്കാൻ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.